മച്ചാമാരെ റോഷൻ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ദൂരത്ത് അവിടെ ഉണ്ട്. പിന്നെ പാരച്യൂട്ട് റൈഡ് അവിടെ ഉണ്ടോ? നമ്മൾ പറഞ്ഞില്ലേ പാരച്യൂട്ട് റൈഡ്, അത് അവിടെയാണ്. അതാ ഓക്കെ. നമുക്ക് ബീച്ചിന്റെ അവസ്ഥ എന്താ നോക്കാം. ഇന്നലെ ബാഗ ബീച്ച് ഇന്നലെ തകർത്തിട്ട് ഒരു രക്ഷയില്ല. കിടുക്കാച്ചി സംഭവം. മാക്സിമം രണ്ട് ബീച്ചുകൾ, ഫോർട്ട്, ഒരു ചർച്ച ഉണ്ട്. ഇതൊക്കെ കവർ ചെയ്യണം എന്നാണ് ഗായ്സ്. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് ഗോവയിലെ രണ്ടാമത്തെ ദിവസമാണ്. മാക്സിമം രണ്ട് ബീച്ചുകൾ, ഫോർട്ട്, ഒരു ചർച്ച ഉണ്ട്. ഇതൊക്കെ കവർ ചെയ്യണം എന്നാണ്. അപ്പൊ നമ്മള് റൂം വെക്കേറ്റ് ചെയ്തിട്ട് ഇറങ്ങാൻ പോവാണ്. ഓക്കെ. അപ്പൊ ഇനി നേരെ നമ്മൾ പോകാനായിട്ട് പോകുന്നത് കാലംകുട്ട ബീച്ചിലേക്കാണ്. അപ്പോ ഫ്രണ്ട്സ്, നമ്മൾ നമ്മളുടെ റൂമിനോട് വിട പറഞ്ഞ് ഇറങ്ങിയില്ല. ഇനി ചായ കുടിക്കണം. ഇപ്പൊ സമയം 9 മണി. 9 മണി വെച്ചാൽ ഇന്നലെ ഞങ്ങള് നൈറ്റ് ലൈഫൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം വന്നിട്ടുള്ളത് 3 മണിയാണ്. എന്നിട്ട് പിന്നെയും പോയി. അപ്പൊ കുറച്ചു നേരം പറഞ്ഞിട്ടുള്ളൂ. ഉറക്കൊക്കെ പിന്നെ അതൊക്കെ വീട്ടിൽ പോയിട്ട് ഇറങ്ങാലോ. അപ്പൊ ഇതാണ് നമ്മൾ താമസിച്ച ഗസ്റ്റ് ഹൗസിന്റെ ആ മുകളിലത്തെ മുറി. ഇതിനുള്ളിലേക്ക് ഒരുപാട് സ്ഥലം കിട്ടാം. ഉള്ളിലേക്ക് ഒരുപാട് മുറികളുണ്ട്. അപ്പോ ഏറ്റവും കുറഞ്ഞ ബജറ്റില് നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു റൂം നിങ്ങൾ സെലക്ട് ചെയ്യും. അവിടെ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതില് ബ്രേക്ക്ഫാസ്റ്റ് കുറെ ഇനത്തിലുണ്ട്. നമ്മൾ ട്രാവലിംഗ് ഇറക്കുമ്പോൾ നമ്മൾ എന്തായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താ പറയുക, പൊറോട്ട കഴിച്ചാൽ മതി. പൊറോട്ട കഴിച്ച സെറ്റാണ്. ഞാൻ വൈകുന്നേരം വരെ അതിനെ പിടിച്ചിരിക്കാം. അപ്പൊ നമ്മൾ പൊറോട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എത്തി. അപ്പൊ മച്ചാമാരെ നമ്മള് കാലംകോട്ട ബീച്ചിൽ എത്തിരിക്കട്ട. എവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാലും അവിടെ പാർക്കിംഗ് ഫീസ് നിർബന്ധമാണ്. 50 രൂപയാണ് നമുക്കിവിടെ പാർക്കിംഗ് ഫീസ് വന്നിട്ടുള്ളത്. ഓക്കെ. നമുക്ക് ബീച്ചിന്റെ അവസ്ഥ എന്താ നോക്കാം. ഇന്നലെ ബാഗ ബീച്ച് ഇന്നലെ തകർത്തിട്ട് ഒരു രക്ഷയില്ല. കിടുക്കാച്ചി സംഭവം. ഓം ശിവ ബീച്ച് കഫേ, കാലംകോട്ട, ഗോവ. അങ്ങനെ നമ്മൾ കാലംകുട്ടെ എന്തോ വായിക്കണ്ടാവോ. ആ ബീച്ചിനെ അവിടെ എത്തിയിട്ടുണ്ട്. ജീപ്പൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന്. ജീപ്പ് ആ ബീച്ച് ഇതാവൂല. ആ ബീച്ച് 9 കിലോമീറ്റർ കാണിക്കണ്ട്. ചിലപ്പോ അതിനെ ആവൂല. വാഗാന്റെ ഇത് ഇതാ. അപ്പൊ നമ്മൾ ഇന്നലെ ഈ വഴി വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ കാലംകോട്ട ബീച്ചും ബാഗ ബീച്ചും അടുത്തടുത്തല്ല. ഈ കാണണം നമ്മൾ ശരിക്കും അടുത്താണെന്ന്. കിലോമീറ്ററുകൾ ദൂരാണ്. അങ്ങനെ നമ്മൾ കാലംകോട്ട ബീച്ചിന്റെ ബീച്ച് സൈഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഇവിടെ എൻജോയ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരുപാട് റൈഡേഴ്സ് അവൈലബിൾ ആട്ടാ. ഒരുപാട് റൈഡേഴ്സ് ഉണ്ട്. പാരച്യൂട്ട്, അതുപോലെ തന്നെ ബീച്ച് റൈഡുകൾ ഒരുപാട് അവൈലബിൾ ആണ്. ഇതാ കണ്ടോ ബോട്ട്. ഇതാ റേറ്റ് ഒക്കെ എന്താവോ, ചെറിയ റേറ്റ് ഉണ്ടാവുള്ളൂ. നോക്കട്ടെ, പറ്റിയാലും നമുക്ക് പോവാം. ഇവിടെ സർഫേസ് റെസ്ക്യൂ ഈ ആക്ടിവിറ്റി അവൈലബിൾ ആണ് ഇവിടെ. പക്ഷെ ഇത് അത്രയും കുറച്ച് പ്രാക്ടീസ് ഒക്കെ ഉള്ള ആളുകൾ ഈ റൈഡ് പോകാനായിട്ട് പറ്റുള്ളൂ. ബീച്ച് ഈ ഏരിയ കാലിയാണ്. നമ്മൾ ഈ കാലംകോട്ട ബീച്ചിനവിടെ കാലിയാണ്. നമുക്ക് ബാഗ ബീച്ചിന്റെ ആ സൈഡിലേക്ക് ഒന്ന് പോയി നോക്കട്ടോ. കുറച്ച് ദൂരം നടക്കാനുണ്ട്, എങ്കിലും പോയി നോക്കാം. നമുക്കിവിടെ ഏകദേശം ഒരു 11 മണി വരെ ടൈമുണ്ട്. ബാഗ ബീച്ചിലൂടെ വന്നു കഴിഞ്ഞാൽ രാവിലെ ഉണ്ടാവും കുളിക്കാനുള്ള അവസരം കിട്ടാ. ഇവിടെ ഒരു പേടിക്കണ്ട. പിന്നെ ഈ ഒരു ഇത്തരത്തിലുള്ള കയറുണ്ടോ, ഈ ഒരു തരത്തിലുള്ള ഒരു റോപ്പ് ഈ അറ്റം മുതൽ ആ അറ്റം വരെ അങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ സെക്യൂരിറ്റി ടീമുണ്ട്. നോട്ട് ഫിയർ. കുളിക്കേണ്ടവർക്ക് കുളിക്കാം. നമുക്ക് ഒരുപാട് സ്ഥലം കവർ ചെയ്യാനുള്ളതുകൊണ്ട് അതിനുള്ള ടൈം ഇല്ല കഴിച്ചു. മച്ചാമാരെ റോഷൻ കുളിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. കണ്ടോ, ദൂരത്ത് അവിടെ ഉണ്ട്. പിന്നെ
പാരച്യൂട്ട് റൈഡ് അവിടെ കേട്ടോ, നമ്മൾ പറഞ്ഞില്ലേ പാരച്യൂട്ട് റൈഡ്, അത് അവിടെയാണ്. അത് ഇവിടുന്ന് ചെറിയൊരു ബോട്ടുണ്ട്, ആ ബോട്ടിൽ എടുത്തിട്ട് സെന്റർ കൊണ്ടുപോകും. അവിടെ സെന്റർ കൊണ്ടുപോയിട്ട് അവിടെ ഒരുപാട് ബോട്ടുകളുണ്ടാവും. ഓക്കെ, ആ ബോട്ടിൽ കയറ്റിയിട്ട് ശേഷമാണ് ഇങ്ങനെ റൈഡ് ചെയ്യുക. കണ്ടാ 2 ആളുകളുണ്ട് കേട്ടോ അതില്. കടലിൽ തട്ടിയിട്ടത്, പക്ഷെ വെള്ളത്തിൽ വീഴില്ല. സംഭവം അടിപൊളി അല്ലേ? 2 ആളുണ്ട്. ഒന്ന് അവരുടെ ടീമിലുള്ള ഇവരാവും, ഗൈഡാവും. മുകളിലോട്ട് ആള്, ഏറ്റവും മുകളില്. സംഭവം എല്ലാം അടിപൊളി കേട്ടാ. അവിടെ കണ്ട ആ ചെറിയ ജെറ്റ് ബോട്ട് റൈഡിങ് അവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. ആ പോണ ബോട്ട് കണ്ടോ? എനിക്ക് തോന്നുന്നു അവര് മിക്കവാറും നമ്മുടെ പാരച്യൂട്ടിൽ കയറാനായിട്ട് പോകുന്ന ടീമാവും. അപ്പൊ മച്ചാന്മാരെ, റോഷൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ടോ? റോഷൻ കടലിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവിടെയാണ് അവനുള്ളത്. നമ്മൾ രാവിലെ ഇറങ്ങാത്തതിന്റെ കാരണം നമുക്ക് ഒരുപാട് ഇടങ്ങളിൽ പോകാനുണ്ട്. പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങാൻ എന്താ രസമുള്ള കാര്യം തന്നെയാണ്, പക്ഷെ നന്നായിട്ട് ക്ഷീണിക്കും, വിശക്കും എന്നുള്ളൊരു കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം കടലിൽ ഇറങ്ങുന്നത് ചൂസ് ചെയ്യേണ്ട എപ്പോഴാണ്? വന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ, നമ്മൾ തിരിച്ചു പോകാത്ത ദിവസം ഉണ്ടല്ലോ, അന്നത്തെ ദിവസം, അതായത് ഇവിടെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് റൂമിൽ എത്തിയിട്ട് റെസ്റ്റ് എടുക്കുന്ന രീതിയിലുള്ള സംഗതി ചെയ്യുമ്പോഴായിരിക്കും ഒന്നും കൂടെ എൻജോയ്മെന്റ് ചെയ്യാം. മറ്റേത് നമ്മൾ പോകുമ്പോൾ ആകെ ക്ഷീണിച്ച് അവശനായിട്ട് പോകേണ്ടി വരും. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത്. ബോട്ടിലുള്ളവര് പാരച്യൂട്ട് റൈഡിനായിട്ട് പോകുന്നവരാട്ടോ. കണ്ടോ അവിടേക്ക് പോവാം. ഇവിടെ ഒരുപാട് റൈഡേഴ്സ് അവൈലബിൾ ആട്ടോ. കണ്ടോ, അവൈലബിൾ ഹിയർ. അപ്പൊ ഇതാണ് ഭാഗ ബീച്ചിന്റെ പകലിലെ ദൃശ്യങ്ങൾ. അടിപൊളിയല്ലേ?